കണ്ണൂരിലെ രാഷ്ട്രീയ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ശക്തനായ നേതാവെന്നായിരുന്നു ഇപിയുടെ വിശേഷണം. എന്നാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ കാലിടറിയാണ് ഇപി ജയരാജന്റെ മടക്കം. TP രാമകൃഷ്ണനെയാണ് ഈ സ്ഥാനത്തേക്ക് പാർട്ടി പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ മുന്നണിയുടെയും CPM-ന്റെയും തലപ്പൊക്കമുള്ള നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്കും മങ്ങലേറ്റുവെന്ന് വേണം കരുതാൻ. കരുത്തൻ എന്നതിനൊപ്പം നിഷ്കളങ്കനും പരിഭവക്കാരനുമായ നേതാവെന്നുകൂടി ഇപി ജയരാജന് വിശേഷണമുണ്ട്. നിഷ്കളങ്കമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിലും ഇപിയുടെ നിഷ്കളങ്കത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊള്ളലായെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ കടുത്ത നടപടിയുണ്ടായത്. പലപ്പോഴും വ്യത്യസ്ത നിലപാടുകളുമായി മാറി നിൽക്കുമ്പോൾ അനുനയിപ്പിക്കുന്ന പതിവ് ഇക്കുറി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചതും ഇപിക്ക് തിരിച്ചടിയായി. ഏറെക്കാലമായി പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇപിക്ക് വരും നാളുകൾ നിർണായകമാണ്. വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപിയെ നീക്കാൻ ധാരണയായത്. ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ കേന്ദ്ര നേതൃത്വമാകും പ്രഖ്യാപിക്കുകയെന്ന ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ച ഇപി സ്ഥിരീകരിച്ചതും CPM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിനെ തുടർന്നുള്ള വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിയുമാണ് കടുത്ത നടപടിക്ക് കാരണമായത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് ഇപി രാജ്യസന്നദ്ധത അറിയിച്ചെന്നാണ് വിവരം. കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപി ഒഴിയുമെന്നായിരുന്നു രാവിലെയുള്ള വാർത്തകൾ വന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഇപിയുടെ BJP പ്രവേശന വിവാദമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നെന്നായിരുന്നു BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ഇപി ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭ വെളിപ്പെടുത്തൽ ആവർത്തിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഫ്രോഡ് എന്ന് വിളിച്ച ദല്ലാൽ നന്ദകുമാറിനെ ഇപി തള്ളിപ്പറയാത്തത് എന്താണെന്നും ചോദിച്ചു. ഇപിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തൃശൂർ രാമനിലയത്തിൽ മന്ത്രി K രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. ഇപി ആവശ്യപ്പെട്ട പ്രകാരമാണ് അവിടെ എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വന്നതോടെയാണ് പാർട്ടി വിടാനുള്ള തീരുമാനം മാറ്റിയത്. TP ചന്ദ്രശേഖരന്റെ കാര്യങ്ങളൊക്കെ ഇപി ഓർത്തിട്ടുണ്ടാകും എന്നാണ് അന്ന് ശോഭ വ്യക്തമാക്കിയത്. BJP-യിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ജയരാജൻ 90% ചർച്ചയും പൂർത്തിയാക്കിയെന്നും ജയരാജൻ ജീവനോടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ വെളിപ്പെടുത്താതിരുന്നതെന്നും ഡൽഹിയിൽ വെച്ചാണ് ജയരാജനുമായി ചർച്ച നടത്തിയതെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു. ഇപി ജയരാജൻ BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് KPCC അധ്യക്ഷനും കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ നടത്തിയ പ്രസ്താവന ഈ ഒരു വിവാദം ഊതിക്കത്തിച്ചു. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ലഭിക്കാത്തതിൽ ഇപി അസ്വസ്ഥത പ്രകടിപ്പിച്ചെന്ന അഭ്യൂഹങ്ങളും പരന്നു. താരതമ്യേന തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദന്റെ വരവിൽ ഇപിക്കുണ്ടായിരുന്ന അസ്വസ്ഥതയും ചർച്ചാ വിഷയമായി. മറുവശത്ത് ജയരാജനെ ന്യായീകരിച്ചും സുധാകരനെ പ്രതിക്കൂട്ടിലാക്കിയും വിവാദ ദല്ലാൾ TP നന്ദകുമാർ രംഗത്തെത്തിയിരുന്നു. ഇപിയെ സമീപിച്ചത് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആണെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ജയരാജൻ വഴങ്ങിയില്ലെന്നുമായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ 26 രാവിലെയാണ് CPM-നെ ഞെട്ടിച്ച് ഇപി ജയരാജന്റെ വിവാദ പ്രതികരണമുണ്ടായത്. പ്രകാശ് ജാവ്ദേക്കർ താൻ കണ്ടിരുന്നുവെന്നും ജയരാജൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും പറഞ്ഞു. അത് പാർട്ടി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന തോന്നൽ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ സന്ദർശിച്ചത് CPM-നുണ്ടാക്കിയ ആഘാതത്തോടാണ് പലരും ഇപിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഉപമിച്ചതും. ഇപിയുടെ BJP ബന്ധം സംബന്ധിച്ച ആരോപണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് നിരാകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വിശദമായി ചർച്ച ചെയ്യാനായി അത് മാറ്റിവെക്കുകയായിരുന്നു. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇപിക്കെതിരെ നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം LDF കൺവീനറായി തുടരുമെന്നുമായിരുന്നു അക്കാലത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയത്. അതേസമയം ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുന്നത് തിരിച്ചടിയാകുമെന്ന് പല ഘടകകക്ഷികളും നിലപാടെടുത്തു. മുഖ്യ ഘടകകക്ഷികളായിട്ടുള്ള
CPI, കേരള കോൺഗ്രസ് എം, RJD നേതൃത്വങ്ങൾ പരസ്യമായി നിലപാട് വ്യക്തമാക്കി. പക്ഷേ നടപടി നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട കൊല്ലം MLA M. മുകേഷിന്റെ രാജിയെപ്പറ്റി തീരുമാനമുണ്ടാകുമെന്ന് കരുതിയ സംസ്ഥാന സമിതി യോഗത്തെ EP ജയരാജനിലേക്ക് വഴിതിരിച്ചുവിടാനും ഈ നടപടിയിലൂടെ CPM ശ്രമിച്ചെന്ന് കരുതേണ്ടി വരും. മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് LDF കൺവീനറായിരിക്കെ EP ജയരാജൻ പറഞ്ഞതും. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ ഫലപ്രദമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ വിവാദത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല. മുൻപ് കേരളത്തിലെ 2 MLA-മാർക്കെതിരെയും ഇതിലും വലിയ പീഡന പരാതികൾ അല്ലെങ്കിൽ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവർ ഇതുവരെയും രാജിവെച്ചിട്ടില്ല. മറ്റ് 2 MLA-മാർ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കുമെന്നായിരുന്നു EP-യുടെ വാക്കുകൾ. മുകേഷിനെ സംരക്ഷിക്കാൻ EP-യെ പക്ഷേ പാർട്ടി കുരുതി കൊടുത്തുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. EP-യുടെ ഭാര്യ PK ഇന്ദിരയ്ക്ക് പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും പാർട്ടി പ്രതിക്കൂട്ടിലായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമായ റിട്രീറ്റിന്റെ ബിസിനസ് പങ്കാളിത്തമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പരസ്പരം കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എന്നും വാദിച്ച ഇരു നേതാക്കളും ഭാര്യമാർ പങ്കാളികളായ സ്ഥാപനങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. വൈദേകത്തിൽ ചികിത്സ നൽകുന്ന ഏജൻസിയാണ് നിരാമായ എന്ന് ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. ഭാര്യമാർ തമ്മിലുള്ള ബിസിനസ് ബന്ധം BJP CPM രഹസ്യ ധാരണയാകുമോ എന്ന് രാജീവ് ചന്ദ്രശേഖരനും ചോദിച്ചിരുന്നു. ഇൻഡിഗോ വിമാനങ്ങളിലെ യാത്രാ വിലക്കും ജയരാജനെ വാർത്താ തലക്കെട്ടുകളിൽ സജീവമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് ഇൻഡിഗോ വിമാനങ്ങളിൽ രാജ്യത്തിനകത്തോ പുറത്തേക്കോ യാത്ര ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. തുടർന്ന് ട്രെയിനിലായിരുന്നു ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്തത്. എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂർ തിരുവനന്തപുരം സർവീസ് തുടങ്ങിയപ്പോൾ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജയരാജന് ആശ്വാസമായി. എന്തായാലും എന്തുകൊണ്ടും കൊണ്ടും കൊടുത്തുമൊക്കെ രാഷ്ട്രീയ കളരിയിലെ ഇടതു മുന്നണിയിലെ അതികായകനായ EP-ക്കേറ്റത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ്. പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ വക്താവായ സമുന്നതനായ നേതാവായി ജീവിക്കുന്ന EP CPM വിട്ട് BJP-യിൽ ചേരുമോ അല്ലെങ്കിൽ ഇനി EP-യുടെ രാഷ്ട്രീയ തട്ടകം മാറുമോ എന്നതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉദ്യോഗത്തോടെ ചർച്ച ചെയ്യുന്നത്.